സെപ്റ്റംബർ മാസം 10-ാം തീയതി ക്രിസ്തുവർഷം 2025. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെന്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായി ദൈവത്തിന് വ്യക്തിപരമായി ഞാൻ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം, അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ, ദൈവം അയക്കുന്നവരുടെ സുവിശേഷത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ചത്. ഇത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, നമ്മളോട് പ്രാർത്ഥിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. അവിടുന്ന് പുത്രനെ അയച്ച് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഉപ്പും ഇരുളും നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ അവിടുത്തെ ന്യായവിധിക്കായിട്ട് ഒരുങ്ങുമ്പോൾ പലരും കർത്താവിൻ്റെ പക്ഷത്തേക്ക് വരുവാൻ, വെളിച്ചത്തിലേക്ക് വരുവാൻ, ഉപ്പുള്ളവരുടെ സന്ദേശം കേട്ട് കർത്താവിലേക്ക് തിരിയുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷ അനുഗ്രഹിക്കുകയും അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതുപോലെ ലോകത്തിൽ ഉപ്പും വെളിച്ചവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പിൻ്റെ കാരം നഷ്ടമായി. ലോകം ഇരുട്ടിനെ സ്നേഹിക്കുന്നു. ഈ സന്ദർഭത്തിൽ ദൈവവചനം, ദൈവത്തിൻ്റെ വെളിച്ചം, അത് നമുക്ക് വളരെ നിർണായകമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ പിൻപറ്റിയ അപ്പസ്തോലന്മാരും അല്ലാത്തവരുമായവരോട് മലയിലെ പ്രസംഗം എന്ന പ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിലെ ചില വാക്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതായി പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം
3-ാം അധ്യായത്തിൻ്റെ 19 20 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിലെ 19 20 വാക്യങ്ങൾ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി. ഉപ്പ് നഷ്ടപ്പെട്ട, കാരമില്ലാതെ, ജീവിതത്തിൽ ഒരു രസമില്ലാത്ത ഒരു ജീവിതം. ഈ ലോകം അങ്ങനെ വലിയൊരു ദുഷ്ടതയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടമാണ്. അതിന് കാരണം വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ അന്ധകാരത്തെ, ഇരുളിനെ സ്നേഹിക്കുന്നു. ഇത് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളായിട്ടാണ് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പൗലോസ് യോഹന്നാന്റെ പുസ്തകത്തിൽ ഇവിടെ എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാര്യം നഷ്ടമായത് ലോകം ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി ഇതിൻ്റെ ഫലം എന്തായിരിക്കും? ഇതിൻ്റെ ഫലമോ ദൈവക്രോധം തന്നെ. അതിനുവേണ്ടി ലോകം ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തക പ്രകാരം മഹോപദ്രവകാലം എന്ന 7 വർഷം അത് സമീപിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പ് ദൈവം തൻ്റെ മണവാട്ടി സഭയെ എടുക്കും, കർത്താവിനോട് വരും എന്നുള്ള അതല്ല വേറൊരു വിഷയമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഉപ്പും കാരവും നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ അത് പറയേണ്ടവർ പോലും അതില്ലാതായി തീർന്നിരിക്കുകയാണ്. വെളിച്ചം ഉണ്ടായിട്ടും അതിലും കൂടുതലായിട്ട് അന്ധകാരത്തിൽ ലോഹിക്കുന്ന ഈ ലോകത്തിൽ ദൈവക്രോധത്തിനു വേണ്ടി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിതിനെക്കുറിച്ചൊരു കരുതൽ നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവക്രോധത്തിനായി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ നിർണായക സാഹചര്യത്തിൽ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം മിനിസ്ട്രീസ് അതിൻ്റെ ശുശ്രൂഷ നിർണായകമാണ്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം, ഒത്തിരി ലക്ഷ്യങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നാം ദൈവത്തിലേക്ക് തിരിയണം. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് നാം തിരിയേണ്ടത് ആവശ്യമാണ്. സൃഷ്ടാവിലേക്ക് തിരിയുക എന്നുള്ളത്, അവൻ്റെ പരമാധികാരത്തിലേക്ക് നാം തിരിയുക എന്നുള്ളത്, അവൻ്റെ വചനത്തിലേക്ക് തിരിയുക എന്നുള്ളത്, അവൻ്റെ ക്രിസ്തുവിലേക്ക് തിരിയുക എന്നുള്ളത് വളരെ നിർണായകമായ വിഷയമാണ്. അത് മാത്രമല്ല, ദൈവം തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതും വളരെ നിർണായകം. ഈ 3-4 കാര്യങ്ങളാണ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നത്. ഒന്ന്, ദൈവത്തിങ്കിലേക്കുള്ള മനസാന്തരം, ദൈവത്തിലേക്ക് നാം തിരിയണം, സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക്. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിയണം. കാരണം യേശുക്രിസ്തു തിരിഞ്ഞ് ഒരു കാൽവരി മരണത്തിൽ വിശ്വസിച്ച് മാത്രമേ പരിശുദ്ധനായ ദൈവമായിട്ട് നമുക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ വ്യക്തി കർത്താവായ യേശുക്രിസ്തു തന്നെ. അത് തിരുവചനത്തിലെ ക്രിസ്തുവാണ്. സഭ പഠിപ്പിക്കുന്ന ക്രിസ്തുവല്ല, സഭകൾ പഠിപ്പിക്കുന്ന ക്രിസ്തുവല്ല, സമൂഹമോ മനുഷ്യനോ മനുഷ്യൻ്റെ കൂട്ടമോ നിർവചിക്കുന്ന യേശുക്രിസ്തു അല്ല സാക്ഷാൽ യേശുക്രിസ്തു. അത് വേദപുസ്തകത്തിലെ ദൈവം തമ്പുരാൻ അയച്ച അതിനെ നിർണയിക്കുന്നത് തിരുവചനം തന്നെയാണ്. അതുപോലെ തന്നെ ദൈവവചനം, 66 പുസ്തകങ്ങളടങ്ങുന്ന ദൈവത്തിൻ്റെ വചനം, അതിലേക്ക് നാം തിരിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളിലേക്ക് നാം തിരിയേണ്ടത്. അപ്പസ്തോലന്മാരുടെ ഉപദേശം ഇന്ന് സഭകൾ പിന്തുടരുന്നത് അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചയാണ്. അത് തെറ്റാണത്. അപ്പസ്തോലന്മാരാൽ നിർവചിക്കപ്പെട്ട ഉപദേശങ്ങളാണ് നാം പാരമ്പര്യമായിട്ട്, അതിനെയാണ് നാം തുടരേണ്ടത് ആവശ്യം. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ടോ, ഈ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഫലമായിട്ട് തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം പറയാം. അതിൽ ഒന്ന്, നമ്മുടെ ജീവിതം ഇപ്പോഴും
എപ്പോഴും അനുഗ്രഹീതമാക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ നിർണായകമായ സാഹചര്യത്തിൽ ലോകം ഉപ്പും നഷ്ടപ്പെട്ട് അന്ധകാരത്തെ ഇഷ്ടപ്പെട്ട് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വ്യക്തി ജീവിതങ്ങൾ അത് ഇപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന മാത്രം മുതൽ നിത്യതയിൽ അത് അനുഗ്രഹീതമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് സുരക്ഷിതരായി വളരെ ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ജീവന് വിലയില്ലാത്ത കാലഘട്ടം. അതുപോലെ തന്നെ സമാധാനമുള്ളവരായി തീരുക. വാസ്തവമായ സമാധാനം. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് സമാധാനത്തിൻ്റെ പ്രഭു. അവനോടടുക്കാതെ അവനിൽ വിശ്വസിക്കാതെ സമാധാനം ഉണ്ട് എന്ന് പറയുന്നത് അത് കള്ളത്തരം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ പ്രത്യാശയുള്ളവരായി ജീവിക്കുക. നാളത്തെക്കുറിച്ചുള്ള പ്രത്യാശ. ദൈവം ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് നിത്യമായ അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തുവിൽ ഉണ്ട്, വാഗ്ദാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രത്യാശയോടുകൂടി ജീവിക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഫലമായി തിരുവചനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവയ്ക്കായുള്ള ഈ അനുഗ്രഹങ്ങൾ, സുരക്ഷിത സമാധാനം, പ്രത്യാശ ലഭിക്കാൻ ദൈവം തൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഏക മാർഗം അത് കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ്. വിശ്വാസത്താലുള്ള രക്ഷയുടെ അധികാരം ദൈവവചനത്തിൽ നിലനിൽക്കും. അതൊരു സംഘടനയിലോ ഒരു മതത്തിലോ ഒരു നാമധേയ ക്രൈസ്തവ സമൂഹത്തിലോ അല്ല അത് നിലനിൽക്കുന്നത്. അത് നമ്മുടെ രക്ഷയുടെ അധികാരം നിലനിൽക്കുന്നത് ദൈവവചനത്തിലാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വായിച്ച് നമുക്ക് തുടരാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഇത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്, ഗലാത്യ ലേഖനം. ചരിത്രകാരന്മാർ പറയുന്നത് അനുസരിച്ച് നമ്മുടെ പുതിയ നിയമത്തിൽ ആദ്യമായി എഴുതപ്പെട്ട പുസ്തകമാണ്. ഏകദേശം AD 45 എഴുതപ്പെട്ടു എന്നെല്ലാമാണ് ഇതിനെ സംബന്ധിച്ച് ഗലാത്യ ലേഖനത്തെക്കുറിച്ച് പറയുന്നത്. എന്ത് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസ്. പൗലോസിനെ അപ്പസ്തോലനായിട്ട് നിയമിച്ചത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ദൈവം നിശ്ചയിച്ച 12 പേരേ ഉള്ളൂ. അവരുടെ ഉപദേശങ്ങൾ, അവരാൽ നമുക്ക് നൽകപ്പെട്ട, പരിശുദ്ധാൽ നൽകപ്പെട്ട ദൈവവചനമാണ്. ആ ഉപദേശമാണ് നമ്മുടെ രക്ഷയുടെ അധികാരം നിലനിൽക്കുന്നത്. അത് മനുഷ്യരിലല്ല, മനുഷ്യനാലുമല്ല എന്ന് പറഞ്ഞ ഒരാളോ ഒരു സംഘമോ തീരുമാനിക്കുന്ന കാര്യമല്ല അധികാരം ഉള്ളത് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വേദഭാഗത്ത് ഇവിടെ പിതാവ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം, അതുപോലെ തന്നെ യേശു ക്രിസ്തു, ഇവർ രണ്ടുപേരുമാണ് പൗലോസ് അപ്പസ്തോലനായിട്ട് നിയമിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് എന്നെ തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ഈ ദൈവമാണ് അപ്പസ്തോലനാക്കിയത്. മനുഷ്യനല്ല, മനുഷ്യരാലല്ല, മനുഷ്യനാലും. ഒരു സംഘമോ ഒരു വ്യക്തിയോ അല്ല ഒരു അപ്പസ്തോലനെ തീരുമാനിക്കുന്നതെന്ന് ഇത് വ്യക്തമായ വചനങ്ങളാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് പൗലോസിൻ്റെ ജനനം മുതൽ വേർതിരിച്ചു. അതാണ് വേർതിരിവ്. അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. തൻ്റെ കൃപയാൽ, ദൈവകൃപയാൽ എന്ത് ചെയ്തു? വിളിച്ചു. അതുകൊണ്ട് വേർതിരിവ് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് മാത്രമല്ല, വിളിക്കുകയും വേണം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ചരിത്രപരമായി പൗലോസിനെ ദൈവം വിളിക്കുന്നത്, യേശു ക്രിസ്തു വിളിക്കുന്നത്. അതിന് വിളിയും ആവശ്യമാണ്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഗലാത്യ ലേഖനം 1-ാം 15-ാം പൗലോസിനെ വേർതിരിച്ചു,
കൃപയാൽ വിളിച്ചു. ദൈവം ചെയ്യുന്ന വലിയ ഒരു ഇവരാണ് അപ്പസ്തോലന്മാർ. ഇവരുടെ അധികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരുടെ ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ രക്ഷയ്ക്കുള്ള മാർഗമാണ്, അതിൻ്റെ സത്തയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സ്തോസ്തേനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്. ഇവിടെ പറയുന്നത് അപ്പസ്തോലനായി ദൈവം പൗലോസിനെ വിളിച്ചത് ദൈവ ഇഷ്ടത്താലാണ്, ദൈവഹിതമാണ്, ഗോഡ്സ് വിൽ. സർവ അധികാരമുള്ള ദൈവം, സർവാധികാരിയായ ദൈവം തൻ്റെ അധികാരത്തിൽ, തൻ്റെ ഹിതത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ അപ്പസ്തോലനായി വിളിച്ചത്. വളരെ ഗഹനമായ വിഷയങ്ങളാണ്. നമ്മളിത് ലാഘവബോധം കാണരുത്. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിലെ നിത്യമായ രക്ഷയ്ക്ക് ഇവരുടെ ഉപദേശങ്ങളും വെളിപ്പാടുകളും ആവശ്യമാണ്. അപ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പിതാവിൻ്റെ ഹിതം, ദൈവേഷ്ടം, അത് വളരെ പ്രധാനപ്പെട്ടത്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഈ പൗലോസിനെ യേശുക്രിസ്തു തന്നെ വിളിച്ച് അവനെ തിരഞ്ഞെടുത്തു. അപ്പസ്തോല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പ്രകമാനാണ് പരിഭാഷപ്പെടുത്തി, കർത്താവേ, അവനോട് നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഇത് ദൈവത്തിൻ്റെ പൗലോസ് അപ്പസ്തോലനെ സംബന്ധിച്ച ഒരു വെളിപ്പാട് ആണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് നാം അവനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഇത് ദൈവത്താലും യേശുക്രിസ്തുവാലും മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. അത് മനുഷ്യൻ ചെയ്താൽ, സംഘടനകൾ ചെയ്താൽ അതിന് സ്ഥാനമില്ല എന്നുള്ളത് അത് ദൈവത്തിന് പ്രകാരം നമുക്ക് സ്പഷ്ടമായിട്ട് പറയാൻ കഴിയും. ബാക്കി 11 പേരെ ദൈവം എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം, നമ്മൾ 9-ാം അധ്യായം വായിച്ചു. 10-ാം അധ്യായത്തിൽ നമുക്ക് പത്രോസിൻ്റെ കൊർന്നേലിയുസുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യത്തെ ജാതികളിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അതാണ് 10-ാം അധ്യായം. അതിന് 36 മുതൽ 43 വരെ ബാക്കി 11 അപ്പസ്തലന്മാർ ആരാണ് എന്ന് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. 36-ാം വാക്യം 36 മുതൽ 43 വരെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 36. അവൻ എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയ തുടങ്ങി യഹൂദ്യയിൽ ഒക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്യും, ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്യും, പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കർത്താവ് യേശുക്രിസ്തു പരസ്യശുശ്രൂഷയെ കുറിച്ചുള്ള ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 10-ാം അധ്യായത്തിന് 39-ാം വാക്യം. യഹൂദ്യ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഈ 11 അപ്പസ്തലന്മാരാണ്. പത്രോസ്, കാരണം യൂദാസ് ഇസ്കറിയാത്തോസ് തൂക്കി മരിച്ചു. ബാക്കി 11 പേര്, അതാണ് ഇവിടെ എഴുതി. ഞങ്ങൾ സാക്ഷികളാകുന്നു. അവർ മരത്തിന്മേൽ തൂക്കി കൊന്നു. യഹൂദന്മാരും റോമ സാമ്രാജ്യവും പിലാത്തോസ് എല്ലാം ചേർന്ന്, ഓഫ് കോഴ്സ് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് കർത്താവിനെ ക്രൂശിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. 40-ാം വാക്യം. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ശ്രദ്ധിക്കണം നിങ്ങൾ, സകല ജനത്തിനുമല്ല, ദൈവൻ മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്ന് കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു.
ഇത് എത്രയോ ശക്തമായ ഉപദേശമാണ്. ഒരു അപ്പസ്തോലൻ ആരാണ് എന്നുള്ളത് നിർവചിക്കാൻ, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാനായിട്ട്. കാരണം ഇതാണ് നമ്മളുടെ രക്ഷയ്ക്ക് കാരണം. അതിൻ്റെ അധികാരം നിലനിൽക്കുന്ന അവിടെയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. 42-ാം വാക്യം, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു, സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. വളരെ ശക്തമായ ഉപദേശമാണത്. ആരാണ് അപ്പസ്തോലൻ? അവരുടെ ഉപദേശങ്ങൾ നാം സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിനോട് മായം കലർത്തുകയും അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ മറിച്ച് കളയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് സാക്ഷാൽ അപ്പസ്തോലൻ ആരാണ്, അവരുടെ ഉപദേശം എന്താണ് എന്ന് അതിനെ നമ്മൾ പിന്തുടർന്ന് അത് വിശ്വസിച്ചാൽ നമുക്ക് നിത്യരക്ഷ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ നമ്മുടെ പാപമോചനം, നിത്യരക്ഷ, നിത്യമായ പ്രത്യാശ ദൈവവചനത്തിലെ അപ്പസ്തോലിക അധികാരത്തിൽ നിലനിൽക്കുന്നു. അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളിൽ നിലനിൽക്കുന്നു. ഈ അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളാണ് പുതിയ നിയമം എന്നോർക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഇപ്പോഴും എപ്പോഴും അനുഗ്രഹീതമാകാൻ ഇത് ആവശ്യമാണ്. സുരക്ഷിതരായി, സമാധാനമുള്ളവരായി, പ്രത്യാശയുള്ളവരായി ജീവിക്കുക എന്നുള്ളതും ദൈവവചനത്തിലെ അപ്പസ്തോലിക അധികാരത്തിൽ നിലനിൽക്കുന്നു. എന്ന് പറയുന്നത് നമ്മുടെ പാപക്ഷമയിൽ നിത്യമായ കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് ഈ അപ്പസ്തോലിക ഉപദേശങ്ങളാണ്. ആയതിനാൽ ദൈവവചനം നാം വ്യക്തിപരമായിട്ട് വായിക്കണം. വാക്കുകളും വാചകങ്ങളും ഖണ്ഡികകളും അധ്യായങ്ങളും ഓരോ പുസ്തകങ്ങളും വായിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ അതിന് ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഞങ്ങളെല്ലാം അതിനുള്ളൊരു മുഖാന്തരം മാത്രമാണ്. നിങ്ങൾ ദൈവവചനത്തിലേക്ക് കടന്ന് ദൈവത്തിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ദൈവം നിങ്ങളോട് ദൈവത്തിനോട് സംസാരിക്കുമ്പോൾ ഇതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. വായിക്കാതെയും കേൾക്കാതെയും ദൈവവചനം മനസ്സിലാക്കുക പ്രയാസമാണ്. അതിനുവേണ്ടി ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ചില വാക്യങ്ങൾ പറഞ്ഞു തരിക. നിങ്ങൾ തന്നെ വായിച്ച് അത് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെ പഠിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. റോമാലേഖനം 10-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യം. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അത് വലിയൊരു നമുക്കുള്ള വാഗ്ദാനമാണ്. അവന് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. എല്ലാവരെയും രക്ഷിക്കാൻ തക്കവണ്ണം ദൈവത്തിനും യേശുക്രിസ്തുവിനും പരിശോധന കഴിയും. പക്ഷേ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. 13-ാം വാക്യത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ ഒരു പ്രമാണമാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അയച്ച അപ്പസ്തോലന്മാർ തീർച്ചയായിട്ടും അവരുടെ ഉപദേശങ്ങൾ അത് വളരെ പ്രധാനമാണ്, നിർണായകമാണ്. അതിൽ വിശ്വസിച്ച് അതിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം അയച്ചവരുടെ ഉപദേശം അതുകൊണ്ട് എഴുതപ്പെട്ട വചനം നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വായിക്കണം. ദൈവം അയച്ചവരുടെ ഉപദേശം വിശ്വസിക്കുക. യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ജീവിതം
ഇപ്പോഴും എപ്പോഴും അനുഗ്രഹീതമാകട്ടെ. സുരക്ഷിതരായി, സമാധാനമുള്ളവരായി, പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോസ്തല ഉപദേശങ്ങൾ മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാനും നിത്യമായ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുവാനും സമാധാനവും സുരക്ഷിതവും ഉള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.